കൈക്കൂലി വാങ്ങുന്നതിനിടെ തഹസിൽദാർ വിജിലൻസ് പിടിയിൽ. കണ്ണൂർ തഹസിൽദാർ സുരേഷ് ചന്ദ്രബോസാണ് വിജിലൻസിന്റെ പിടിയിലായത്. പടക്കക്കടയ്ക്ക് ലൈസൻസ് പുതുക്കുന്നതിനായി കൈക്കൂലി വാങ്ങുന്നതിനിടെയാണ് പിടിയിലായത്. അർജുൻ കല്യാട് ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി. അർജുൻ, എത്ര രൂപയാണ് കൈക്കൂലിയായി വാങ്ങിയത്? അതായത് ഇന്ന് രാത്രിയോടുകൂടിയാണ് ഈ വിജിലൻസിന്റെ സംഘം അവർക്ക് ലഭിച്ചിട്ടുള്ള ഒരു രഹസ്യ വിവരത്തിന്റെ അടിസ്ഥാനത്തിൽ ഈ വിജിലൻസ് സംഘം തഹസിൽദാറുടെ വീട്ടിലെത്തി പരിശോധന നടത്തിയത്. അതിനിടയിലാണ് കണ്ണൂർ തഹസിൽദാറായിട്ടുള്ള സുരേഷ് ചന്ദ്രബോസ് വിജിലൻസിന്റെ പിടിയിലായത്. പടക്കക്കടയ്ക്ക് ലൈസൻസ് പുതുക്കുന്നതിനായി കൈക്കൂലി വാങ്ങുന്നതിനിടെയായിരുന്നു പിടിയിലായത്. ഏറ്റവും പ്രധാനപ്പെട്ട മറ്റൊരു കാര്യം, ഈ പിടിയിലായിട്ടുള്ള സുരേഷ് ചന്ദ്രബോസ് ജോയിന്റ് കൗൺസിലിന്റെ സംസ്ഥാന സമിതി അംഗമാണ്. CPIയുടെ സർവീസ് സംഘടനയാണ് ജോയിന്റ് കൗൺസിൽ. ആ സംഘടനയുടെ സംസ്ഥാന നേതാവ് തന്നെ ഒരു കൈക്കൂലി കേസിൽ പിടിയിലാവുന്നു എന്നതുകൂടി ഇതിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. എന്തായാലും ഇപ്പോൾ വിജിലൻസ് സംഘം ആ വീട്ടിൽ പരിശോധന നടത്തി ഇയാളെ കയ്യോടെ തന്നെ ഈ കൈക്കൂലി വാങ്ങുന്നതിനിടയിൽ പിടിയിലാക്കിയിട്ടുണ്ട്. നേരത്തെ തന്നെ കൈക്കൂലി ആരോപണവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ചില പരാതികൾ വിജിലൻസിന് ലഭിച്ചിരുന്നു. അതിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് സംഘത്തിന്റെ ഒരു കൃത്യമായ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി വിജിലൻസ് സംഘം പരിശോധന നടത്തിയത്. അതിനിടയിലാണ് ഈ കണ്ണൂർ തഹസിൽദാറായിട്ടുള്ള സുരേഷ് ചന്ദ്രബോസ് വിജിലൻസിന്റെ പിടിയിലായിരിക്കുന്നത്. ശരി, അർജുൻ കല്യാടാണ് വിശദാംശങ്ങൾ നൽകിയത്.